ആൻസ് വേൾഡിലെ ഇന്നത്തെ വീഡിയോയിൽ സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് കാണാൻ പോകുന്നത്, ശർക്കര ഉപ്പേരി. ഇതെങ്ങനെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നോക്കാം. ശർക്കര ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് സാധാരണ ഉപയോഗിക്കേണ്ടത് നേന്ത്രക്കായയാണ്. പക്ഷെ എൻ്റെ കയ്യിൽ അത് കിട്ടാത്തത് കൊണ്ട് ഞാൻ ഇവിടെ നോർമലായിട്ട് കിട്ടുന്ന സാധാരണ ഒരു കായാണ് എടുത്തത്. അത് 1/2 കിലോ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് കായയുടെ തൊലി കളഞ്ഞെടുക്കാം. അതിനായിട്ട് കയ്യിലും കത്തിയിലും കുറച്ച് എണ്ണ പുരട്ടി വെക്കാം. അതാവുമ്പോൾ കായന്റെ തോല് പൊളിക്കുമ്പോൾ കയ്യിലൊന്നും ഒട്ടാതിരിക്കും. അറിയുന്നത് പോലെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. ഈ തൊലി വേസ്റ്റ് ആവുമെന്ന് വിചാരിക്കൊന്നും വേണ്ട. കാരണം ഇത് വെച്ചിട്ട് നമ്മൾ കൂട്ടുകറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാം. പയറിന്റെ കൂടെയും കടലയുടെ കൂടെയൊക്കെ ഇട്ടിട്ട്. തൊലി കളഞ്ഞ കായകളെല്ലാം ഓരോന്നും മഞ്ഞൾ വെള്ളത്തിലിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. തൊലി കളഞ്ഞതിന് ശേഷം ഈ കായയുടെ സൈഡിൽ നാര് പോലെയൊക്കെ കാണുന്നതെല്ലാം നമുക്ക് കത്തി കൊണ്ടൊന്ന് ഉരച്ച് കളയാം. അതിനുശേഷം പെട്ടെന്ന് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു രൂപത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരുപാട് ചെറുതായി പോകണ്ട, ഒരുപാട് വലുതായിട്ടും പോകണ്ട. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇതുപോലെ ഇരിക്കണം കട്ട് ചെയ്തിരിക്കുമ്പോൾ. ഇനി ഇതൊരു ടിഷ്യൂലേക്ക് മാറ്റി ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാം. ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് 2 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച ജീരകം 1 ടീസ്പൂൺ അത് കൂടി ചേർക്കാം. അടുത്തതായിട്ട് 6 ഏലക്ക തൊലി കളഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് നല്ല പൗഡർ രൂപത്തിൽ പൊടിച്ചെടുക്കാം. ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിൽ മാറ്റി വെക്കാം. നമുക്കിത് അവസാനമാണ് ആവശ്യം വരിക. ഇനി നമുക്ക് കായ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കിയെടുക്കാം. ഇപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനൊന്ന് ട്രൈ ചെയ്യാനായിട്ട് ഒരു കഷ്ണം കായ ഇട്ട് കൊടുത്തിരുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ള കായകളെല്ലാം ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ ടിഷ്യൂല് വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു നല്ലൊരു സൗണ്ട് വരും. ആ ഒരു സൗണ്ട് വരുന്നത് വരെ നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളിൽ വരെ നല്ല ക്രിസ്പായി കിട്ടണം. അതിനായിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ നല്ല കളറായിട്ടുണ്ട്, നല്ല ക്രിസ്പായിട്ടുണ്ട്. സൗണ്ട് കേൾക്കുന്നുണ്ടാവും നിങ്ങൾ. ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇതെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇപ്പൊ നല്ല ക്രിസ്പി സൗണ്ട് കേൾക്കുന്നില്ല. ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ഉരുക്കിയെടുക്കാം. നമുക്കിത് നല്ല കട്ടിയിലാണ് വേണ്ടത്. അതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർക്കണ്ട. ഈ ഒരു രൂപത്തിൽ ലോ ഫ്ലെയിമിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് വേറൊരു പാത്രം വെച്ച് ഇത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. നന്നായിട്ട് അരിച്ചെടുക്കണം. കല്ല് ഒക്കെ ഉണ്ടാവും. അപ്പൊ അരിച്ചെടുത്തതിന് ശേഷം ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ബോയിൽ ചെയ്യാം. നല്ലോണം തിളപ്പിച്ച് ഇതൊരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആവുന്നത് വരെ കുക്ക് ചെയ്യാം. ഇത് ഞാൻ കാണിച്ചു തരാം. ഒരു നൂൽ പരുവാകുന്നത് വരെ കുക്ക് ചെയ്യണം. ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് കായ വറുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുകൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. നന്നായിട്ട് ഇത് കായ നന്നായിട്ട് ഈ ഒരു ശർക്കരയിൽ കോട്ടായി വരുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇങ്ങനെ നന്നായിട്ട് കോട്ടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് പഞ്ചസാരയുടെ മിക്സ് കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഒരു പ്രാവശ്യം ഇട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്ത് അടുത്ത മിക്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തിട്ടാണുള്ളത്. നിങ്ങൾ ഇതുപോലെ ഇനി ഇത് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഞാൻ കുറച്ചായിട്ട് ചേർത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാരയുടെ മിക്സ് ഞാൻ മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. അതൊരു കറക്റ്റ് അളവാണ്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്കിത് കുറച്ച് സമയം തണുക്കാനായിട്ട് ഇതുപോലെ തന്നെ വെക്കാം. ഇപ്പൊ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ കുറച്ച് കട്ടിയായിട്ടുണ്ട്. ഈ കുറച്ച് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കും. നന്നായിട്ട് ഡ്രൈ ആകുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഇപ്പോൾ ഏകദേശം കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടി പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇത് ചേർക്കണം നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇളക്കി ഇളക്കി ഡ്രൈ ആക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കുറച്ച് സമയം റെസ്റ്റ് ചെയ്ത് കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡ്രൈ ആയിക്കോളും തനിയെ. ഇല്ലെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മതിയാവും. ഒരുപാട് ചേർത്താൽ ഇതിന്റെ കളർ വൈറ്റ് കളറായി പോകും. അപ്പോൾ ഒരുപാട് ചേർക്കണ്ട. ഇതുപോലെ കുറച്ച് ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒട്ടി നിൽക്കുന്നതിനൊക്കെ ഒന്ന് വിട്ട് വിട്ട് മാറ്റിയെടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിക്കോളും. പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയ നമ്മുടെ ശർക്കര വരട്ടി അല്ലെങ്കിൽ ശർക്കര ഉപ്പേരി എന്നൊക്കെ പറയുന്ന സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ. സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റിയ അടിപൊളി സാധനമാണ്. ഈ സദ്യക്ക് എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം.